ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക കാലാവസ്ഥാ സമ്മേളനങ്ങളിലെ ചർച്ചകൾ കാലാവസ്ഥാ മാറ്റത്തിനെ ചെറുക്കാൻ ഫലപ്രദമല്ലെന്ന് വിമർശനം. നയങ്ങളിൽ അടിയന്തര നവീകരണം ആവശ്യപ്പെട്ട് മുൻ UN ഉദ്യോഗസ്ഥർ ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്തയച്ചു. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗത്തിൽ നിന്നും പിന്മാറാൻ രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല എന്നും കത്തിൽ വിമർശനമുണ്ട്. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് പ്രധാന കാരണമായ ഫോസിൽ ഇന്ധനങ്ങളുടെ ഖനനത്തിൽ നിന്നും ഉപഭോഗത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ ചില ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നില്ലെന്നാണ് മുൻ UN ഉദ്യോഗസ്ഥരുടെ പ്രധാന വിമർശനം. ഈ വർഷത്തെ കാലാവസ്ഥാ സമ്മേളനത്തിന് ആതിഥേയരായ അസർബൈജാൻ പ്രസിഡന്റിന്റെ പ്രസ്താവന എടുത്തു പറഞ്ഞാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് മുൻ ഉദ്യോഗസ്ഥർ കത്തയച്ചത്. നയങ്ങളിൽ അടിയന്തര നവീകരണം വേണമെന്നും ഇവർ കത്തിൽ ആവശ്യപ്പെടുന്നു. ദൈവത്തിന്റെ വരദാനമാണ് പ്രകൃതിവാതകം എന്നു പറഞ്ഞ അസർബൈജാൻ പ്രസിഡന്റ് ഇതേ സമ്മേളനത്തിൽ തന്നെ ഫോസിൽ ഇന്ധന ഇടപാടുകൾ സംബന്ധിച്ച് ചർച്ച ക്രമീകരിക്കാൻ ശ്രമിച്ചെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഫോസിൽ ഊർജത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കരുതെന്നും UN അയച്ച കത്തിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. സമീപകാലത്തെ കാലാവസ്ഥാ സമ്മേളനങ്ങളെ വിലയിരുത്തുമ്പോൾ പുരോഗതി കൈവരിച്ചെങ്കിലും തീരുമാനങ്ങളെടുക്കാൻ 200 രാജ്യങ്ങളുടെ ഏകകണ്ഠമായ പിന്തുണ ആവശ്യമാണ്. പാരീസ് ഉച്ചകോടിയിലെ അടക്കം തീരുമാനങ്ങളിലെ നേട്ടങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിലും ഇത് പ്രതിസന്ധിയെ നേരിടാൻ ഉതകുന്നതല്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. നിലവിലെ ഘടന പ്രകാരം കാലാവസ്ഥാ മാറ്റത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മുൻ UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ, മുൻ UN കാലാവസ്ഥാ മേധാവി ക്രിസ്റ്റ്യാന ഫിഗറസ്, അയർലൻഡ് മുൻ പ്രസിഡന്റ് മേരി റോബിൻസൺ എന്നിവരുൾപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് UN-ന് കത്തയച്ചത്. താപനില ഉയർന്നതോടെ നിലവിൽ ഭൂമിയുടെ അവസ്ഥ ഗുരുതരമാണെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ യോഹാൻ റോക്സ്ട്രോം വ്യക്തമാക്കിയിരിക്കുന്നത്. ഭൂമി നാശത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വേഗത്തിലും വൻതോതിലും നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.